ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയിൽ പലപ്പോഴായി ശക്തമായ ഇടപെടൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. CPMന് അടിപതർന്ന സാഹചര്യത്തിൽ താങ്ങായും ഉപദേശകനായും രംഗത്തെത്തുന്നത് ഇതേ CPI തന്നെയാണ്. പരസ്പര വിമർശനങ്ങൾ പതിവാണെങ്കിലും CPMന്റെ സംരക്ഷണയാവുകയാണ് പലപ്പോഴും CPI. തെരഞ്ഞെടുപ്പിന് ശേഷം തോൽവിയെ സംബന്ധിച്ച് കൃത്യമായ അവലോകനം നടത്തിയും പാളിച്ചകൾ ഓരോന്നോരോന്നായി തുറന്നു കാട്ടിയും CPI കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരുത്തൽ നടപടികളിലൂടെ ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഇടതുമുന്നണിക്കേറ്റ പ്രഹരമാണ് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അവിടെയും സർക്കാരിന് മേൽ വീഴാൻ സാധ്യതയുള്ള കരിനിഴൽ മാറ്റാൻ ശ്രമിച്ചതും ഇതേ CPI തന്നെ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ശക്തമായപ്പോഴും സർക്കാർ പകച്ചു തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ രഞ്ജിത്ത് കേവലം സിനിമാ രംഗത്തെ മാത്രമല്ല ബാധിക്കുക, അത് മുന്നണിയിലെ രാഷ്ട്രീയ പ്രശ്നമായി വളരുമെന്ന് തിരിച്ചറിഞ്ഞ് നടപടിയിലേക്ക് നയിച്ചതും CPI ആണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ രഞ്ജിത്തിന്റെ രാജിയിൽ നിർണായകമായത് CPI ഇടപെടലാണെന്ന് സാരം. ആരോപണ വിധേയനായ രഞ്ജിത്തിനെ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPI രാഷ്ട്രീയ സമ്മർദ്ദം മുറുക്കിയത് സർക്കാർ നിലപാടിനെ സ്വാധീനിച്ചു. രഞ്ജിത്തിനെ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാതെ സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്നും CPI മുന്നണി നേതൃത്വത്തെ അറിയിച്ചു. CPIയുടെ സമ്മർദ്ദത്തിന് ഒപ്പം തന്നെ ചലച്ചിത്ര രംഗത്തെ സീനിയർ നടിമാർ ഉൾപ്പെടെയുള്ള വനിതകൾ സ്വീകരിച്ച കർശന നിലപാട് കൂടിയായപ്പോൾ രഞ്ജിത്തിന്റെ രാജിക്ക് കളമൊരുങ്ങുകയായിരുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയോട് ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയെന്ന ആരോപണം പുറത്തു വന്നപ്പോൾ തന്നെ രഞ്ജിത്തിനെ ഒഴിവാക്കണമെന്ന സമീപനം സ്വീകരിക്കാൻ CPI തീരുമാനിച്ചിരുന്നു. പാർട്ടി നിലപാട് അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുകയും ചെയ്തു. രഞ്ജിത്തിന്റെ രാജിയില്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും തുടരാൻ അനുവദിച്ചാൽ അത് സർക്കാരിനും മുന്നണിക്കും ഒരുപോലെ നാണക്കേടും ബാധ്യതയുമായി മാറുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഇടപെടൽ. CPI നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ റവന്യൂ മന്ത്രി K. രാജനും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെപ്പറ്റി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്രയധികം ചൂഷണം നടക്കുന്ന മേഖലയാണെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന ആരോപണത്തിൽ നടപടി സ്വീകരിക്കാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രഞ്ജിത്തിനെ തുടരാൻ അനുവദിച്ചാൽ സർക്കാരിന് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാകുമെന്നും CPI മുന്നറിയിപ്പ് നൽകി. CPI നിലപാട് അറിയിച്ചതിന് പിന്നാലെ രഞ്ജിത്തിനെ മാറ്റി നിർത്താത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ യുവജന സംഘടനയായ AIYFും രംഗത്തെത്തിയിരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് മുന്നണിയിലെ രാഷ്ട്രീയ പ്രശ്നമായി വളരുമെന്ന് ഇതോടെ CPMനും സർക്കാരിനും ബോധ്യപ്പെട്ടു. ആരോപണ വിധേയനായ രഞ്ജിത്തിനെ പുറത്തേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിന്റെ ആഹ്ലാദം വെളിവാക്കുന്ന തരത്തിലായിരുന്നു രാജി തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. ഇടതുപക്ഷ നീതിബോധത്തിന്റെ വിജയമാണ് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നതെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. പ്രബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക ഉന്നതിയുടെ മുഖത്ത് കളങ്കമേൽക്കരുതെന്ന് ഇടതുപക്ഷം ചിന്തിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിർബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ WCCയുടെ നിലപാടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപിക്കുന്നത് ഈ കാഴ്ചപ്പാടോടെയാണെന്നും ബിനോയ് വിശ്വം പ്രസ്താവനയിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ കാലതാമസം കൂടാതെ തന്നെ നടപ്പിലാക്കാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ആ ദിശയിലുള്ള സർക്കാർ നടപടികളെ CPI പിന്താങ്ങുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെയോ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണത്തെപ്പറ്റിയോ പ്രസ്താവനയിൽ നേരിട്ട് പരാമർശമില്ല എന്നതാണ് ശ്രദ്ധേയം. അക്കാദമി അധ്യക്ഷ സ്ഥാനത്തിരുന്ന രഞ്ജിത്ത് നടത്തിപ്പോന്ന പല നടപടികളിലും ഏകാധിപത്യപരമായ ഭരണശൈലിയിലും CPIക്ക് നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. അക്കാദമി ജനറൽ കൗൺസിൽ യോഗങ്ങളിൽ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന രഞ്ജിത്ത് മറ്റ് അംഗങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നുമില്ല. CPI പ്രതിനിധികൾ ഇത് ചോദ്യം ചെയ്തിരുന്നു. ഒരു കൊല്ലം മുൻപുള്ള സംസ്ഥാന അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് അനാവശ്യമായി കൈകടത്തിയെന്ന ജൂറി അംഗങ്ങളുടെ വെളിപ്പെടുത്തൽ വന്നപ്പോഴും രഞ്ജിത്തിനെതിരെ CPI കർശന സമീപനം സ്വീകരിച്ചിരുന്നു. എന്നാൽ രഞ്ജിത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോയിരുന്നുമില്ല. എന്നാൽ ലൈംഗികാരോപണം ഉയർന്നു വന്നതോടെ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന കർശന നിലപാടിലേക്ക് CPI എത്തുകയായിരുന്നു.